പാകിസ്ഥാൻ അതിർത്തിയിൽ മാത്രമല്ല, ഇപ്പോൾ ചൈനീസ് അതിർത്തിയിലും ഇന്ത്യ സൈനികാഭ്യാസം നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? കുറച്ച് നാളുകളായി തന്നെ ചൈനയുമായി മികച്ച ബന്ധമാണല്ലോ ഇന്ത്യ സൂക്ഷിക്കുന്നത്. പിന്നെ എന്ത് പറ്റി? അതായത് പൂർവിക് പ്രഹാർ അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? എന്ന് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നവംബർ 11 മുതൽ ഏതാണ്ട് നവംബർ 15 വരെ ദൈർഘ്യമുള്ള കര, നാവിക, വ്യോമസേനയുടെ ഒരു സംയുക്ത പ്രകടനം ചൈനയുടെ ബോർഡറിൽ, പ്രത്യേകിച്ച് അരുണാചലിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് കിഴക്കൻ ലഡാക്കിൻ്റെ അതിർത്തി വരുന്ന ഭാഗത്തേക്ക് ഒരു പരിപാടിയാണ് ഇന്ത്യൻ ആർമിയും മറ്റ് സൈനിക മേധാവികളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഇപ്പോൾ നമ്മൾ ചൈനയുമായിട്ട് സൗഹൃദമെന്ന് പറയുന്നെങ്കിലും ചൈനയ്ക്ക് എപ്പോഴും അരുണാചൽ പ്രദേശിനെ കുറിച്ചൊരു കണ്ണുണ്ട്. അവർ പറയുന്നത് തെക്കൻ ചൈനയാണ് അരുണാചൽ എന്നാണ്. അതായത് ടിബറ്റും അരുണാചലും ചേർന്നാൽ അതാണ് തെക്കൻ ചൈന. അപ്പോൾ ഞങ്ങളുടെ തെക്കൻ ചൈന ഇപ്പം മുറിഞ്ഞു നിൽക്കുകയാണ്. അത് ടിബറ്റ് തന്നെ അവരുടേതാണെന്ന് ഇപ്പം അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ടിബറ്റ് അവരുടേതാക്കി കഴിഞ്ഞവർ. അതുപോലെ തന്നെ അരുണാചൽ. ഈ ഒരു അരുണാചൽ പിടിക്കാനായിട്ട് ഇനി എന്നെങ്കിലും, ഇപ്പം അത്ര ഒരു നീക്കമില്ല, എന്നെങ്കിലും ചൈന ശ്രമിച്ചാൽ നമ്മൾ ടിബറ്റും കൂടെ ചേർത്ത് പിടിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്ന ഈ പൂർവി പ്രചണ്ഡ് പ്രഹാർ. നല്ല ഒന്നാന്തരം പ്രഹരം അരുണാചൽ പിടിക്കാൻ, ലഡാക്ക് പിടിക്കാൻ, കിഴക്കൻ ലഡാക്ക് പിടിക്കാൻ, അല്ലെങ്കിൽ 5 ഫിംഗേഴ്സിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഭീകരമായ അറ്റാക്കായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ടിബറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെടും എന്നുകൂടെ സൂചിപ്പിക്കുന്ന ഒരു വ്യോമ കര അതാണല്ലേ പ്രകടനമാണ് നടക്കുന്നത്. സൗഹൃദത്തിനിടയിലും ഇന്ത്യ ജാഗ്രത പുലർത്തുന്നുണ്ട്. അത് കിഴക്കില്ല, വടക്കില്ല, എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ലോകത്ത് പല ശക്തികളും ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിക്ക് അറിയാം, നരേന്ദ്രമോദി സർക്കാരിനറിയാം. കാരണം നമ്മൾ 4ാമത്തെ സാമ്പത്തിക ലോക ശക്തി ആയത് മുതൽ അമേരിക്ക സ്ട്രൈറ്റ് സ്റ്റേറ്റും ഡീപ് സ്റ്റേറ്റും ഒരുപോലെ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വിവിധ അയൽ രാജ്യങ്ങളെയാണ് ഇവർ ഉപയോഗിക്കുക. അവർ നേരിട്ട് വന്നൊരു അറ്റാക്ക് നടത്തുന്ന പ്രശ്നമേ ഇല്ല. ഒന്നുകിൽ ഇവിടുത്തെ ജൻസിയെ കിട്ടാൻ പാടാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും പാകിസ്ഥാനും കിട്ടാൻ പറ്റിയില്ലെങ്കിൽ ചൈനയെ കിട്ടുമെന്ന് നോക്കും. ഇങ്ങനെയാണ് അവരുടെ ലൈൻ പോകുന്നത്. അപ്പോൾ ചൈനയ്ക്കും ഇന്ത്യ ഒരു ലോകശക്തിയാകുന്നതിലൊന്നും അവർക്കും വലിയ താല്പര്യം കാണില്ല. കാരണം അവരൊന്നാമതെത്തണം എന്ന് വിചാരിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്ന അവർ ഒന്നാമതെത്തണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അവർക്കും ഇന്ത്യ വളരുന്നതിനൊന്നും താല്പര്യം കാണില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പ് വന്നതാണ് റിക് എന്ന് പറഞ്ഞ് നമ്മൾ റഷ്യ, ഇന്ത്യ, ചൈനകളെ അപേക്ഷിച്ച് ഇപ്പോൾ ഓരോ ദിവസവും അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഇന്ത്യ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ പണ്ടൊരു പാകിസ്ഥാൻ മാത്രം, ഒരു ചൈന മാത്രമായിരുന്നു. ബംഗ്ലാദേശ് ആയാലും മ്യാൻമാർ ആയാലും നേപ്പാൾ ആയാലും എല്ലാ മേഖലയിലും വലിയ രീതിയിൽ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടല്ലോ. പണ്ടും പ്രതിസന്ധി ഉണ്ട്, പക്ഷേ ആരും അറിയാറില്ല. നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാറില്ല. കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് പോവും. പണ്ട് പട്ടി കയറി കൊള്ളുമ്പോൾ മോങ്ങില്ലേ, അതുപോലെ മേങ്ങുന്ന 2 മോങ്ങി അവസാനിപ്പിക്കും. അതാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അടിച്ചാൽ തിരിച്ചടിക്കും എന്ന ഒരു പോളിസി നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വെളിയിൽ കേൾക്കുന്നത്. മറ്റേ അല്ലെങ്കിൽ നമ്മുടെ ആർമി ചെന്ന് അവിടെ നിൽക്കുമ്പോഴല്ലേ, അടിക്കാൻ നിൽക്കുമ്പോഴല്ലേ നമുക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. മറ്റേ 2 ഡെഡ് ബോഡി കൊണ്ടുവന്നിടത്ത് കൊണ്ടിടുമ്പോൾ അറിയില്ല. അല്ലെങ്കിൽ 50 പേരുടെ ഡെഡ് ബോഡി പലതായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ആരും അതൊരു വാർത്തയല്ല. അത് ആർമി തന്നെ അതങ്ങനെ കൊണ്ടുപോകും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരാക്രമണം ഉണ്ടായാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ എത്ര പേര് നുഴഞ്ഞു കയറി. പിന്നെ നമ്മുടെ മീഡിയയ്ക്ക് അത് വലിയ താല്പര്യമാണ്. നരേന്ദ്രമോദി ഇത്ര വലിയ അത്ഭുതം കാണിച്ചിട്ടും അവിടെയൊക്കെ അറ്റാക്ക് വീണ്ടും നടക്കുന്നല്ലോ എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയുണ്ട്. പക്ഷേ ഇത് പണ്ടേ ഉള്ളതായിരുന്നു. ഇപ്പോൾ ഓട്ട്ചോരി പറഞ്ഞ പോലെയാണ്. ഓട്ട്ചോരി അല്ല, പണ്ട് ബൂത്ത് ചോരിയായിരുന്നു. ബീഹാറിലൊക്കെ ബൂത്തോടെ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അത് വോട്ട് ചോരി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കള്ളവോട്ടുകൾ വരുന്നതാണ്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. സംഭവം ഉണ്ടെങ്കിൽ ഉടനെ 56 ഇഞ്ച് മാധ്യമങ്ങൾ ഇറങ്ങും. 56 ഇഞ്ചിന് ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. കാരണം ഈ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ലിബറൽ മൂവ്മെൻറ്റ്
ഒക്കെ വളരെ സജീവമായിട്ട് നിൽപ്പുണ്ട്. ഇപ്പം നക്സലുകൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒതുക്കുന്നത്? കാരണം ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി വരാവുന്ന ഒരു സാധനമാണ് ഈ നക്സലുകൾ. ഇത് വളർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രോത്തിനെ വളരെയധികം ബാധിക്കും. നമുക്ക് ഇന്റേണലി വലിയ ഒരു സേനയെ നമ്മൾ കാട്ടിൽ വളർത്തുന്നതിന് തുല്യമാകും നക്സലൈറ്റുകൾ വളർന്ന്. അപ്പം അത്തരം ശക്തികളെ നമ്മൾ അടിച്ചമർത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം ബോർഡറിൽ നമുക്ക് ഇപ്പോൾ ഒക്ടോബർ 30 മുതൽ നമ്മൾ നടത്തുന്ന തൃശ്ശൂൽ എന്താണ് കാണിക്കുന്നത്? പാകിസ്ഥാന് നല്ല ടെറിബിൾ ബ്ലോ ആണ് കൊടുക്കുന്നത്. അടിക്കുന്നില്ല, പക്ഷേ നമ്മുടെ മസിൽ പൂർണ്ണമായിട്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഈ കൈ വെച്ചൊരു ഇടി കിട്ടിയാൽ നിൻ്റെ മൂക്ക് പുറകെ പോയിരിക്കുമെന്ന് പറയൂല ചിലർ. അതുപോലത്തെ ഒരു വേലയാണ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. ഇത് പാകിസ്ഥാന് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഉടനെ ഓടി അമേരിക്ക എടുത്ത് ഇത്രയും പെട്ടെന്ന് അവിടെ ബേസ് ഉണ്ടായിക്കോണം, ഞങ്ങൾ എല്ലാം വിട്ടുതരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. ബേസ് ഉണ്ടാക്കുമ്പോൾ വേറെ വിഷയം വരും. ഇറാൻ കയറി ഉടക്കും, ചൈന കയറി ഉടക്കും, ബലൂചിസ്ഥാനിൽ പ്രശ്നം വരും. ഇതൊന്നും പാകിസ്ഥാന് മുൻകൂട്ടി കാണാനുള്ള ഒരു പക്വത ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ കളികളെല്ലാം കളിക്കുന്നത്. അവർ പാകിസ്ഥാൻ ലക്ഷ്യം ഇന്ത്യ മാത്രമാണ്. അവരുടെ ലക്ഷ്യമല്ല ശരിക്ക്. അമേരിക്കയെ ലക്ഷ്യപ്പെടുന്ന മറ്റു രാജ്യങ്ങളാണ്. അതെ, ഇത് അസംതൃപ്തി ഉള്ള ഒരു സമൂഹം എല്ലാ രാഷ്ട്രത്തിലും കാണുമല്ലോ. ഭരണം കിട്ടാത്ത പ്രതിപക്ഷം എപ്പോഴും അസംതൃപ്തരായിരിക്കും. അപ്പം അവരെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാൻ കഴിയും, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ദേശീയ ബോധം ഇല്ലാത്ത പ്രതിപക്ഷം നമുക്ക് വലിയ അപകടമാണ്. ദേശീയ ബോധമില്ലാത്ത ജനത വലിയ അപകടമാണ്. ദേശീയ ബോധമില്ലാത്ത വിവിധ ഗ്രൂപ്പുകൾ നമുക്ക് വലിയ അപകടമാണ്. എല്ലാം വിഘടനവാദികളായിട്ട് മാറും. അപ്പോൾ ആ വിഘടനവാദികളെ പെട്ടെന്ന് ഫലപ്രദമാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം കൂടെ ആണ് ഇന്ത്യ. കാരണം നമ്മൾ 565 നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് കെട്ടി വച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ ഭദ്രത നമുക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ വലിയ സൈന്യം വേണം, വലിയ ശക്തി വേണം. ആ ശക്തി എപ്പോഴും ശക്തി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, മോദി ഗവൺമെൻറ്റിൻ്റെ തിരിച്ചറിയലാണ് അവിടെ പാകിസ്ഥാൻ ബോർഡറിൽ നടക്കുന്ന തൃശ്ശൂലാവട്ടെ, ഇപ്പുറത്ത് അരുണാചൽ ബോർഡറിൽ നടക്കുന്ന അല്ലെങ്കിൽ ചൈനയുടെ ബോർഡറിൽ നടക്കുന്ന പൂർവി പ്രചണ്ഡ് പ്രഹാർ ആകട്ടെ, ഇതെല്ലാം കാണിക്കുന്നത്. അല്ല, ഈ അതിർത്തിയിൽ ഇനി ഇത്തരം ഒരു സൈനിക അഭ്യാസവുമായി പോയാൽ ഈ ചൈനയുടെ പ്രതികരണം എന്തായിരിക്കും? അല്ല, ചൈന ഇത്തരം പ്രകടനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ചൈനയ്ക്ക് ഇതുപോലത്തെ പ്രകടനങ്ങൾ അവിടെ നടക്കും. അവരോരോ സമയങ്ങളിൽ ഇത് ഡ്രസ് റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് അവരെ അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അവരെ അറിയിക്കാതെ പേടിപ്പിച്ച് ചെയ്യുന്നല്ല. യാതൊന്നും പേടിക്കേണ്ട, ഞങ്ങളുടെ സൈനികർക്ക് ഒരു എക്സ്പീരിയൻസ് കോഴ്സാണിത്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടത്തും എന്നുള്ളതാണ്. ഇത് വേറൊന്നുമില്ല. നമ്മൾ കുസ്തിക്കാർ ദിവസം രാവിലെ കുസ്തി പിടിക്കില്ലേ? കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് പെടലി തിരിച്ച് താഴോട്ട് അടിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ അതൊരു ആക്ഷൻ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ അടി വരുമ്പോൾ ഇത് അടിക്കണമെങ്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഉള്ളൂ. ഈ സൈന്യത്തിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് 3 സേനകളെ ഒന്നിച്ച്, ഓരോ സേന അവരെ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ അവരവർ അല്ലെങ്കിൽ ഓരോ പീരീഡിൽ അവരുടേതായ ട്രെയിനിങ്ങൾ നടത്തും. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഒറ്റ കമാൻഡിൻ്റെ കീഴിലാക്കിയല്ലോ. അപ്പോൾ ഈ 3നെ ഒറ്റ കമാൻഡിൻ്റെ കീഴിലാക്കി ഒന്നിച്ച് ഓപ്പറേഷൻ കൊണ്ടുവരുമ്പോൾ കരസേന ഇങ്ങനെ നീങ്ങണം, വ്യോമസേന അങ്ങനെ നീങ്ങണം, അപ്പോൾ കടലിൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഇന്ന സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഒരു കോർഡിനേഷൻ വേണം. ആ കോർഡിനേഷൻ ഒരു റിഹേഴ്സൽ വേണം. അതുതന്നെയാണിപ്പോൾ നമ്മൾ ഈ നവംബറിൽ 15 വരെ 21 വരെ കൊണ്ടുപോകുന്ന ഈ പ്രകടനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.